മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മരണമുണ്ടായിരിക്കുകയാണ്. മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറിച്ചി സ്വദേശി ജോൺ ആണ് മരിച്ചത്. ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, രാവിലെ ഈ വാർത്ത കയറുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു ഈ ജോണിനെ തിരികെ ലഭിക്കും എന്നുള്ളത്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിച്ചിരിക്കുന്നു. ജോണിന്റെ മൃതദേഹമാണ് കിട്ടിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ രജനി, പുലിമുട്ടിന് സമീപത്ത് നിന്നാണ് ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ വെളുപ്പിന് 3:30 കൂടിയായിരുന്നു മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 5 അംഗ സംഘം കടലിൽ പോയത്. കടലിൽ കാണാതായത് അതിൽ 6 അംഗ സംഘം കടലിൽ കാണാതായത്. 5 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. ജോണിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന വാർത്ത ജോണ് മരണപ്പെട്ടിരിക്കുന്നു. ജോണിന്റെ മൃതദേഹം ഈ പുലിമുട്ടിന് സമീപത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഇത് ഈ വർഷത്തെ ആദ്യ അപകടം, 4ാമത്തെ അപകടമാണ്. പക്ഷെ അതിലൊരു മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ദുർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 3 പേരാണ് ഈ മേഖലയിൽ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മരിച്ചിട്ടുള്ളത്. ഈ അടിക്കടി ഉണ്ടാകുന്ന അപകടത്തിന് കാരണം ഇത്തരത്തിൽ മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടുന്ന മണൽ കോരി മാറ്റാത്തതും ആഴം കൂട്ടാത്തതുമാണ്. കാലങ്ങളായി ഈ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും വീണ്ടും മുതലപ്പുഴയിൽ അപകടം സംഭവിച്ചിരിക്കുകയാണ്, മരണം സംഭവിച്ചിരിക്കുകയാണ്. പുതുക്കുറിച്ചി സ്വദേശി ജോൺ ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു മുതലപ്പുഴ മുനമ്പത്തിൽ നിന്നും 6 പേരടങ്ങുന്ന സംഘം മീൻ പിടിക്കാനായി കടലിലേക്ക് പോയത്. തിരികെ വരുന്ന സമയത്താണ് അപകടമുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രജനി, ടിൻഡു പറഞ്ഞതുപോലെ തന്നെ കാലങ്ങളായിട്ട് മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്ന ഓരോ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊന്നും നടപ്പിലാക്കാത്തതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നതും ഓരോ ജീവനുകൾ നഷ്ടമാകുന്നതും. വീണ്ടും വീണ്ടും ഇവർക്ക് ഏക തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനം മാത്രമാണ്. അതിനവർക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. എല്ലാ വർഷവും മൺസൂണിന് 2 മാസം മുന്നോടിയായിട്ട് തന്നെ ഈ മേഖലയിൽ, അതായത് വടക്ക് ഭാഗത്തു നിന്നും തെക്ക് പുലിമുട്ടിന്റെ തീരത്ത് അടിഞ്ഞുകൂടുന്ന മണൽ കോരി മാറ്റി ഡ്രഡ്ജിങ് നടത്തി സാൻഡ് ബൈപ്പാസിംഗ് നടത്തണം. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ആഴം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആഴമില്ലാത്തതാണ് വള്ളങ്ങൾ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറുന്നതും ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ കാരണമാകുന്നതും. എല്ലാ കാലവും വർഷത്തിന്റെ മൺസൂൺ എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയനുകളും അതോടൊപ്പം തന്നെ ഈ കട്ടമര തൊഴിലാളി യൂണിയനുകളൊക്കെ ഈ സർക്കാരിനോട് ആവശ്യപ്പെടാറുണ്ട് ഈ മണൽ കോരി മാറ്റണം. പക്ഷേ കരാറ് കമ്പനിയുമായി നടക്കുന്ന തർക്കമാണ് ഇത്തരത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വർഷത്തെ ഇനി മൺസൂണിന് 1 മാസം പോലും ബാക്കിയില്ല. എന്നിട്ടും ഇതുവരെ സംസ്ഥാന സർക്കാർ ഈ ഭാഗത്തെ മണൽ കോരി മാറ്റുന്നതോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മുനമ്പം വഴി മുതലപ്പുഴ അഴിമുഖം വഴി കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്ന് വേണം പറയേണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ സാൻഡ് ബൈപ്പാസിങ്ങും അതുപോലെ തന്നെ മണൽ കോരി മാറ്റുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഡ്രഡ്ജിംഗ് പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുകയാണെങ്കിൽ ഈ മേഖലയിലെ ആഴം കൂട്ടാനും മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ എളുപ്പത്തിൽ കടലിലേക്ക് ഇറങ്ങാനും സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തിന്റെ വടക്കൻ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് മുതലപ്പുഴ എന്ന് പറയുന്നത്. കാരണം മുതലപ്പുഴയിൽ നിന്ന് മാത്രമേ എളുപ്പത്തിൽ കായലിൽ നിന്നും ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാ തീരങ്ങളിലും കടൽ തീരത്തു നിന്നും വള്ളം തള്ളി ഇറക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിലും അനായാസകരമായിട്ടും കടലിൽ ഇറങ്ങാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലകളിലേക്ക് ആശ്രയിക്കുന്നത്. എന്തായാലും സർക്കാർ ഒരു അനാസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ഈ തിരുവനന്തപുരം തീരത്തെ സംബന്ധിച്ചിടത്തോളം മുതലപ്പുഴ ഒരു കണ്ണീർ പൊഴിയാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ അപകടങ്ങൾ നടക്കുന്നു, മരണങ്ങൾ നടക്കുന്നു, തുടർക്കഥയാകുന്നു. ഒരുപക്ഷെ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതിനപ്പുറം സർക്കാർ ഇതിൽ അനാസ്ഥ കാണിക്കുകയാണെന്ന് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വരുന്നു, ഒരു ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാർത്തയായിട്ട് ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നില്ല. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ജീവനുകൾ മുതലപ്പുഴയിൽ പൊലിയാതിരിക്കട്ടെ എന്ന് തന്നെ പറയാം. മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് പുതുക്കുറിച്ചി സ്വദേശി ജോൺ ആണ് മരിച്ചിരിക്കുന്നത്. പുലർച്ചെ 3:30 അപകടം ഉണ്ടായത്. മറ്റ് 5 പേർ അപകടത്തിൽപ്പെട്ടാണ് 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.